എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടി ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇവനാണ് താരം കേട്ടോ. ഇവനാണ് താരം. ഇവനെ വെച്ച് ഞാനൊരു സംഭവം ഉണ്ടാക്കാൻ പോകുകയാണ്. സംഭവം എന്താണെന്നും ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ചേരണമെന്നും നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാനൊരു ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഞാനൊന്ന് കട്ട് ചെയ്ത് വേവിച്ചെടുക്കാൻ പോകണം കേട്ടോ. കട്ട് ചെയ്ത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ചായക്ക് വെച്ചിട്ടുണ്ട്. വിളക്കൊക്കെ കത്തിച്ചിട്ടൊന്ന് ചായക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇതായ പരിപാടി തുടങ്ങാൻ വിചാരിച്ച് ചായ ഇട്ട് കുടിച്ചിട്ട് ഇതിലോട്ടൊന്ന് രാത്രിയാണ് എനിക്ക് എപ്പോഴും സമയം. പകൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പകൽ എനിക്ക് സമയം കിട്ടാറില്ല. അപ്പം ഞാനിത് ചെയ്യാൻ പോകുന്നുണ്ട്. നാളെ വിഷു അല്ലേ. നാളെ വിഷുവായിട്ട് അമ്പലത്തിലും പോകണം. പിന്നെ അല്ലാതെ വേറൊരു ഫങ്ഷനുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്നല്ല മുഖം ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു. മുഖം ക്ലീനാക്കാമെന്ന് വിചാരിച്ച് ചായ ഇട്ട് കുടിക്കട്ടെ. എന്നിട്ട് വഴിയെ കാണാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചായ ഇട്ട് ഇറക്കിയിട്ട് അടുപ്പിലിത് വെച്ച് കൊടുക്കാം. ചായയും കുടിച്ചിട്ട് വരുമ്പോൾ ഇതിവിടെ റെഡിയാകും. ഡക 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 ചായ ഇട്ടെടുക്കട്ടെ. ചായ 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 എന്തു പറയുന്ന. അപ്പോൾ ഇനി ചായയൊക്കെ കുടിച്ച് ഇതൊക്കെ വേവിച്ചെടുത്തതിന് ശേഷം കാണാം. ക്യാരറ്റ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനൊന്ന് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം കാണാം കേട്ടോ. മാക്സിമം നമ്മുടെ വീഡിയോ ചുരുക്കാനാണ് നമ്മുടെ ഉദ്ദേശം. ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് കാണാം കേട്ടോ. ബാക്കിയുള്ള സംഭവം കൂടെ ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ. എന്തൊക്കെ ഇനി നമ്മളിതിൽ ചേർക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് എന്തൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് കാണാം. കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കസ്തൂരി മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് കുറച്ച് കടലമാവ് ഇതിലോട്ട് വീണ് കേട്ടോ. നമുക്ക് ഈ സംഭവം ഇട്ട് കൊടുക്കാം. എന്നിട്ടിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് ഇനി അടുത്തൊരു സംഭവം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്തൊരു സംഭവം കൂടെ നമുക്ക് ഇടാനുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു സീക്രട്ട്. നമ്മുടെ ഇതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് അതാണ്. ഇതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് അതാണ്. കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? തേന് മുഖത്തിന് നല്ല പളപ്പളന്നിരിക്കും. പളപ്പളാന്ന് കാണുന്നവർ കണ്ണ് നട്ട് പോകും. കാണുന്നവർ ചോദിക്കും, ഈ പെണ്ണും പിള്ള ഇതെന്താ തേച്ചിട്ട് ഈ വെളുവിളാ വന്നെന്ന് ചോദിക്കും കേട്ടോ. ഈ പെണ്ണും പിള്ള എന്താ ഇട്ടിട്ട് വന്നെന്ന് ചോദിക്കും. അപ്പം അതും കൂടെ വെച്ച് നമുക്കൊന്ന് മിക്സാക്കാം. മാക്സിമം ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടാതിരിക്കാനാണ് ശ്രമിക്കണം. പക്ഷേ കൂടിപ്പോവുകയാണ് കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കരുത്. നമ്മൾ തേനും കൂടെ ഇതിലോട്ട് നന്നായിട്ട് ഇപ്പം തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അത് കുഴയ്ക്കാൻ എനിക്ക് നല്ല ഒരു സുഖം തോന്നുന്നു. ബൗ പിന്നെ കുഴച്ചെടുത്തിട്ട് മുഖത്തിടാം കേട്ടോ. മുഖത്തിടാൻ സമയത്ത് കാണാം. ഇന്നെല്ലാം അടുക്കളയിലാണ് കേട്ടോ. അടുക്കള വിശേഷമാണെന്ന്. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നെല്ലാം അടുക്കളയിൽ നിന്നിട്ടാണ് കലാപരിപാടി.
അടുക്കളയിൽ നിന്നിട്ടാണു കലാപരിപാടി. കണ്ടു കണ്ടു ഇതൊക്കെ ഇട്ടിട്ടേ കടലമാവൊന്നും ഇട്ടിട്ട് മിണ്ടാൻ പാടില്ല കേട്ടോ. കടലമാവൊക്കെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ ഡ്രൈ ആവുന്ന സംഭവമാണ്. നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ മിണ്ടരുത്. മിണ്ടിയാലുണ്ടല്ലോ നമ്മൾ ഉണങ്ങും തോറും നമ്മുടെ സ്കിന്ന് നമ്മൾ അനക്കിയാൽ അത് വലിയും. പിന്നെ നമ്മൾ ഇതിട്ടിട്ടും കാര്യമില്ല. കണ്ടു 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 നേരത്തെ നമ്മളൊരു സംഭവം ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാനൊരു പാല് കൊണ്ടൊരു സംഭവം ചെയ്തിട്ടാണ് ഈ പാക്ക് ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പോയി ആ വീഡിയോയും കൂടെ കാണണം കേട്ടോ. ആ വീഡിയോ ഇട്ടതിന് ശേഷമേ ഞാൻ ഈ വീഡിയോ ഇടുകയുള്ളൂ. രണ്ടും കൂടെ ഒരുമിച്ച് ആക്കാമെന്ന് വിചാരിച്ചാലേ വീഡിയോക്ക് ഇത് ലെന്ത് കൂടും. ഇങ്ങനെ ഇടണം കേട്ടോ നിങ്ങൾ. ഇങ്ങനെ നമുക്ക് അത് ഇടാം. ഒരു ഏതായാലും നിങ്ങൾ ഇടുന്നവർ ഇങ്ങനെ ഇടണം കേട്ടോ. ഇങ്ങനെ. ഇനി ചേച്ചി ഇങ്ങനെ ഇട്ട് ഞങ്ങളും അങ്ങനെ ഇടാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചേച്ചി ഫോണിൽ ചേച്ചിയുടെ വീഡിയോയിൽ ചേച്ചി ഇങ്ങനെ ഇട്ടെന്നും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഇടല്. എനിക്കതൊരു കുറവ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇടത് കൈ കൊണ്ടിടണം. ഇടത് കൈ ഇട്ടിടണം. എപ്പോഴും നമുക്ക് അങ്ങനെ വരും എന്നുള്ള കേട്ടോ. നമ്മൾ ഇടുന്നവർ ഇങ്ങനെ ഇടണം. ഇങ്ങനെ ഇടണം കേട്ടോ. ഇങ്ങനെ ഇടരുത്. ഇങ്ങനെ ഇടണം കേട്ടോ. ചേച്ചി ഇടണമെന്നും പറഞ്ഞ് നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യല്. ചേച്ചിക്ക് അങ്ങനെ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ചേച്ചിയുടെ കൈ അങ്ങനെ വരുന്നില്ല. ഇങ്ങനെ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ കൈ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം നിങ്ങളിടുന്നവർ അങ്ങനെ അപ്പം ഞാൻ കഴുത്തിനും കൂടെ ഇട്ടിട്ട് കാണാം കേട്ടോ. വീഡിയോയ്ക്ക് സമയം പോകും. അപ്പം ഞാൻ മൊത്തത്തിൽ കഴുത്തിലും മുഖത്തും കയ്യിലൊക്കെ വാരി പൂശിയിട്ടുണ്ട് കണ്ടോ. മുഖത്തും കയ്യിലും വാരി പൂശിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ പാക്ക് ഇടുന്നത്. എനിക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാക്ക് ഇടുന്നത്. ഈ സമയം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും സമയം ഉപയോഗിച്ച് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ പ്രയോജനമാവട്ടെ. ഞാൻ ചെയ്യുന്ന സംഭവം നിങ്ങൾക്കും കൂടെ പ്രയോജനമാവട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ വീഡിയോയും കൂടെ എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സമയം ചെലവഴിക്കുന്നതിന് രണ്ടുണ്ട് പണം. ഒന്ന് എനിക്ക് ഉപയോഗമുണ്ട്, രണ്ട് നിങ്ങൾക്കും ഉപയോഗമുണ്ട്. എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട്. എനിക്കിത് വേണമെങ്കിൽ രഹസ്യമായിട്ടൊക്കെ ചെയ്തിട്ട് അങ്ങ് മേക്കപ്പ് ഇട്ട് നടക്കാം. അപ്പം ഞാൻ ഒരു ദിവസം ചെയ്യും, മടിക്കും. 2 ദിവസത്തെ പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെയ്യും, മടിക്കും. പക്ഷെ നിങ്ങളെ അടുത്തും കൂടെ ഇത് എത്തിക്കണമെന്നുള്ള ഒരു ഉത്സാഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ നിത്യവും ഇത് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം 2 ദിവസം കിടുമ്പോൾ നമുക്ക് ആർക്കായാലും മടുപ്പ് തോന്നും. ഇതിപ്പോൾ അങ്ങനെയല്ല. അയ്യോ എന്നെ കാത്ത് എന്നെ പ്രതീക്ഷിച്ച് കുറച്ച് പേര് ഇരിപ്പുണ്ട്, നമ്മുടെ എന്തെങ്കിലും ബ്യൂട്ടി ടിപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കുറച്ച് പേര് ഇരിപ്പുണ്ട് എന്നൊരു ഇത് നമുക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എത്ര സമയമില്ലെങ്കിലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. അപ്പം എനിക്കും കൂടെ വേണ്ടിയിട്ട് എനിക്ക് ചിലർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഫേസിന് മാത്രം കാണിക്കുന്നവരുണ്ട് കേട്ടോ. അവർ വീഡിയോയ്ക്ക് മാത്രം, അവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. അവർ പിന്നീട് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ ഈ ഡ്രസ്സൊക്കെ ചീത്തയാകുമെന്ന് പേടിച്ചിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവരിങ്ങനെ വീഡിയോയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന. നമ്മളെപ്പോലെ ഇങ്ങനത്തെ ഡ്രസ്സല്ല. അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ മൊത്തത്തിൽ കയ്യിലും കഴുത്തിലും ഒക്കെ വാരി തേക്കുമ്പോണ്ടല്ലോ എങ്ങനെയായാലും ഡ്രസ്സിലാവും. അതുകൊണ്ടാണ് അവർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫേസും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴുത്ത് മാത്രം അവരിട്ട് കാണിക്കും. ഞാൻ അങ്ങനെയല്ല, എനിക്കും കൂടെ വേണമെന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ കുമ്മായം വാരി പൂശിയിട്ട് നിൽക്കുകയാണ്.
എന്തായാലും ഇതിന് വേണ്ടിയിട്ട് 4 നൈറ്റി. അപ്പോൾ എന്തായാലും ഉണങ്ങി കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നമ്മൾ പാക്ക് ഇട്ടിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മിണ്ടിയൊന്നുമില്ല, മിണ്ടാതെ ചെന്നിരുന്നു. മിണ്ടിയാലേ സ്കിന്ന് വലിയും, അതുകൊണ്ട് ഞാൻ മിണ്ടിയതേ ഇല്ല. കൈയൊക്കെ കഴുകി കേട്ടോ, ഞാൻ കൈയൊക്കെ കഴുകിയിട്ടാണ് വന്നത്. ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണണ്ടേ, അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മൾ തുടച്ച് മാറ്റുന്നത്. അതൊക്കെ തുടക്കണേ, സ്കിന്നിന് യാതൊരു കേടുപാട് സംഭവിക്കാത്ത രീതിയിലാണ് തുടയ്ക്കുക കേട്ടോ. സമാധാനമായിട്ട് വെള്ളം തൊട്ട്, എന്താണെന്നറിയാമോ, കടലമാവായതുകൊണ്ട് നല്ല വലിയും സ്കിന്ന്. നമ്മൾ ബലം പിടിച്ച പിന്നെ നമ്മൾ ഇടണ ഫലം പോലും കാണില്ല. സ്കിന്നിനെ നല്ല ക്ലോ ആക്കാൻ വേണ്ടിയിട്ടും നല്ല ചുളിവൊക്കെ മാറാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന അടുക്കളയിലായതുകൊണ്ടേ ഇച്ചിരി വെള്ളമൊക്കെ തറയിൽ വീണാലും കുഴപ്പമില്ല. സമയം പോണു. പിന്നെ മൊത്തം ക്ലീൻ ആക്കിയിട്ട് വരാം കേട്ടോ. സമയം പോകണം മക്കളെ. ഇതിപ്പോൾ തുടച്ച് 2 മിനിറ്റ് കൂടുതലായെന്ന് തുടയ്ക്കാൻ തുടങ്ങിയിട്ട്. ക്ലീൻ ആക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കൈ കാണാൻ പറ്റുന്നുണ്ടോ? നാളെ വെയിൽ കൊണ്ടാൽ ഇത് മാറും. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ എന്നും ചെയ്യണം കേട്ടോ. നിങ്ങളും ഇതുപോലെയൊക്കെ എന്നും ചെയ്യണം. എൻ്റെ തലയിലുണ്ടല്ല ഈ എണ്ണമയം ഉള്ളത് കൊണ്ടാണ് എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് പിടിക്കാത്തത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ അടുത്തൊരു നല്ലൊരു റെമഡിയുമായി നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ മൊത്തം നമ്മൾ അടുക്കളയിൽ നിന്നാണ് ഷൂട്ടിംഗ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.